നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് മാത്രമല്ല, ഇവിടെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അയാളെ കൈവയ്ക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പരിസരം മറന്ന് ഇന്നരിക്കുന്നാണ്ടിൽ എന്റെ കൈ ധരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കൊച്ചുവർത്തമാനം പറയുന്നത് അയാൾക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എളുപ്പം ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നോക്കിക്കോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പ്രിയൻചേട്ടൻ ധൈര്യമായിട്ട് ചോദിക്കേ. പക്ഷേ പ്രിയൻചേട്ടൻ എന്നോട് പ്രേമത്തോടെ ചോദിക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം. പാറുവിന് ഇങ്ങനെ പ്രേമത്തോടെ സംസാരിക്കാനാണോ ഇഷ്ടം, അതോ നോർമലായിട്ട് സംസാരിക്കാനാണോ ഇഷ്ടം? എന്താ ചോദിക്കാൻ കാരണം? അല്ല, ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണെങ്കിലേ നമുക്കത് പതിവാക്കാം. പിന്നെ അയ്യോ, ഇങ്ങനെ നിന്നുകൊണ്ട് സംസാരിച്ച കാല് കഴിക്കില്ലേ? നിന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊരു ചെയറിട്ടരാം. അല്ലെങ്കിൽ അത് വേണ്ട, ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു രസം കിട്ടില്ല. ബീച്ചിൽ പോയിരുന്ന്, അല്ലെങ്കിൽ വേണ്ട, ബീച്ച് വേണ്ട, ഈ സമയത്തെ നല്ല വെയിലായിരിക്കും. പാർക്കിൽ പോയാൽ മതി. അതാവുമ്പോ മരത്തിന്റെ താണിലിരുന്ന് സല്ലപിക്കാം. അറ്റൻഡ് രജിസ്റ്ററിൽ സൈൻ ചെയ്തില്ലേ, അതുകൊണ്ട് ജോലി ചെയ്തില്ലെങ്കിലും ശമ്പളം കിട്ടും. രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് സല്ലപിക്കാൻ പോയാലും നിങ്ങളോട് ആരും ചോദിക്കാൻ വരില്ലല്ലോ. കമ്പനിയുടെ MD സ്വന്തം പോക്കറ്റിലല്ലേ. അതെ, പാർക്കിൽ നല്ല ചോളപ്പൊരി കിട്ടും. അത് വാങ്ങിക്കുറിച്ചുകൊണ്ട് കുറച്ച് ദൂരം നടക്കണം. പാർക്കിന്റെ വടക്കേ കോർണറിൽ ഒരു ഐസ്ക്രീം കടയുണ്ട്. അവിടെ നല്ല ഒന്നാന്തരം ഷേക്ക് കിട്ടും, അതും കഴിക്കണം. ഉച്ചയ്ക്ക് ബിരിയാണി ഹബിൽ നിന്നും മട്ടൻ ബിരിയാണി സുലൈമാനിയും കുടിക്കണം. അതെല്ലാം കഴിഞ്ഞ് ഒരു 4-4:30 ആവുമ്പോൾ തിരിച്ചു വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ തൊട്ടും പിടിച്ച് നിൽക്കണം. ജോലി ചെയ്തു എന്ന് മറ്റുള്ളവർ ബോധിപ്പിക്കണ്ടേ. എന്നിട്ടൊരു 5:30 ആവുമ്പോൾ രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് പോയേക്കണം. നന്ദന സൂപ്പർവൈസർ ആക്കിയിട്ട് ഞാൻ നിന്നെ ഗോഡൌണിലേക്ക് മാറ്റിയപ്പോ ഒരു എതിർപ്പും കാണിക്കാതെ നീ ആ ജോലി ഏറ്റെടുത്തു. പ്രിയൻ എന്താ ഒരു എതിർപ്പും കാണിക്കാത്തതെന്ന് അന്ന് ഞാൻ ആലോചിച്ചു. അതിന്റെ ഉത്തരം ഇപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത്. ഗോഡൌൺ ആണല്ലോ നിനക്കിഷ്ടം, അത് നിങ്ങളുടെ മണിയറയാണല്ലോ. ഗോഡൌണിൽ വെച്ച് തെറ്റ് ചെയ്ത രഘുവിന് തല്ലും ചവിട്ടും. അതേ ഗോഡൌണിൽ വെച്ച് തെറ്റ് ചെയ്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും പരിശുദ്ധ കിരീടം. നിങ്ങളുടെ തലവര ശരിയാ മക്കളെ. അതെ, ഞാനീ പറഞ്ഞൊന്നും നിങ്ങൾ കൈലാഷ് സാറിനോട് ചെന്ന് പറയരുത് കേട്ടോ. കൈലാഷ് സാറേ എന്നെ മൂക്കിൽ വലിച്ചേറ്റു. എൻ്റെ 2 മാസത്തെ ശമ്പളം കട്ട് ചെയ്യാനും സാധ്യത. അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ജോലി ചെയ്യാം, മനസ്സില്ലെങ്കിൽ ജോലി ചെയ്യേ വേണ്ട. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഇവിടെ കിടന്നങ്ങോട്ട് അറമതിക്ക്. അയാള് പറഞ്ഞത് മുഴുവൻ കേട്ടില്ലേ? പാറുവിന്റെ പ്ലാൻ എന്താ, അത് പറ. അയാള് പറഞ്ഞതെല്ലാം കേട്ട് ഇത്രയും കാലം മിണ്ടാതെ നിന്നതാ ഞാൻ ചെയ്ത തെറ്റ്. ഇനി അയാള് പറഞ്ഞ ഞാൻ തിരിച്ച് 10 പറയും. അയാൾ 1 അടി അടിച്ചാ ഞാൻ 10 അടി തിരിച്ചു കൊടുക്കും. അതിനു മുമ്പ് നമ്മളെ ഗോഡൌണിൽ കുടുക്കിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിനൊരു വഴിയുണ്ട്, പറവ.